നമസ്കാരം, വെൽക്കം ടു ഔട്ട് സ്പോക്കൺ. തമിഴ്നയിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഓസ്ലർ നല്ല സിനിമയാണല്ലോ, ഇതിലെന്താ ഇത്ര റോസ്റ്റ് ചെയ്യാനുള്ളതെന്ന്. ഇറുക്ക് സംഭവം ഇറുക്ക്. ഒരു കാലത്ത് ഫേസ്ബുക്കിലെ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ MMT, മിഥുൻ മാനുവൽ തോമസ്, അറിയപ്പെട്ടിരുന്നത് ജൂനിയർ MT എന്നായിരുന്നു. ഇപ്പൊ ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ എടുത്തു നോക്കിയാൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വന്ന കൊള്ളാവുന്ന ഒരു സിനിമയായിരുന്നു അഞ്ചാം പാതിര. അഞ്ചാം പാതിരയ്ക്ക് ശേഷം അതേ ഫോർമാറ്റിൽ ധാരാളം സീരിയൽ കില്ലർ സിനിമകൾ ഇറങ്ങി മനുഷ്യനെ മടുപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് തമിഴിലും തെലുങ്കിലുമൊക്കെ സൈഡ് വേഷങ്ങൾ ചെയ്യുന്ന പച്ച തമിഴനായ നടൻ ശ്രീ ജയറാമേട്ടന് ഒരാഗ്രഹം, മലയാളത്തിൽ എനിക്കും ഒരു ഹിറ്റ് വേണം. എന്തായാലും മകൻ കാളിദാസൻ വിചാരിച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ തന്നെ കളത്തിലിറങ്ങി കളിച്ചെങ്കിലേ പറ്റൂ. അങ്ങനെ അദ്ദേഹം പാലക്കാട് ബോർഡർ താണ്ടി കൊച്ചിയിലെത്തി. എന്നിട്ട് അവിടേക്ക് ഒന്ന് അന്വേഷിച്ചു, ഇപ്പൊ ആരാണ് മലയാളത്തിൽ കൊള്ളാവുന്ന ഒരു ഡയറക്ടർ ഉള്ളത്. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു, ഞാനും പിന്നെ ഒരു ഞാനും സൂപ്പർ ഹിറ്റ് ആക്കിയ രാജസേനനുണ്ട്, അല്ലെങ്കിൽ പിന്നെ പഴയ നമ്മുടെ അയൻ ലോട്ടസ് പോണ്ട്, കണ്ണൻ താമരക്കുളം ചുമ്മാ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ പിന്നെ MT ഉണ്ട്. MT സാറോ? അല്ല, ഒറിജിനൽ MT അല്ല, കുന്നംകുളമാണ്, ജൂനിയർ MT, MMT. അത് കേട്ടതോടെ ജയറാമേട്ടൻ നേരെ MMTയെ ഫോൺ വിളിച്ച് കമലഹാസന്റെയും പ്രേംനസീറിന്റെ ഒക്കെ സൗണ്ടിൽ ചാൻസ് ചോദിച്ച് പുള്ളിയെ കുപ്പിയിലാക്കി. അങ്ങനെ ജയറാമേട്ടൻ ഒരു ജാക്ക്പോട്ട് പദ്ധതിയിൽ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഓസ്ലർ. ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറവറാന്ന് പറഞ്ഞു ഒഴുകുകയായി എന്ന് പറഞ്ഞ പോലെ ഇത്തിരി അഞ്ചാം പാതിര, ഇത്തിരി ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ഇത്തിരി മെമ്മറീസ്, ഇത്തിരി ലാലേട്ടർ അഭിനയിച്ച മുഖം എന്ന സിനിമ, ഇതൊക്കെ കൂടെ ചേർത്തൊന്ന് കൊടുത്താൽ ഓസ്ലർ ഷൊറന്നീ പോരും. ഈ ചട്ടിച്ചോർ ഹാഡ് എ സിനിമാറ്റിക് വേർഷൻ, ദാറ്റ് ഈസ് ഓസ്ലർ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കഥയിലേക്ക് വന്നാൽ നമ്മുടെ നായകൻ ഓസ്ലർ, എബ്രഹാം ഓസ്ലർ IPS, ഒരു ACP ആണ്. അപ്പൊ MMTക്ക് നായകനിടെ നല്ല അടിപൊളി വെയിറ്റ് ഉള്ള ഒരു പേര് തന്നെ കിട്ടി, ഓസ്ലർ. സിനിമയുടെ ടൈറ്റിലും അത് തന്നെയാണ്. പക്ഷെ അത് പോരാ. ഈ ഓസ്ലർ എന്ന പേര് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആഴത്തിലങ്ങ് അടിച്ചിറങ്ങി വെറുപ്പിച്ചെടുക്കണം. അതുകൊണ്ട് സിനിമയിലെ സകല കഥാപാത്രങ്ങളും വന്നവനും പോയവനും നിന്നവനും ഇരുന്നവനും എന്തിനേറെ പറയുന്നു, സ്വന്തം മോള് വരെ തന്തയെ കയറി പേരാണ് വിളിക്കുന്നത്. ഈ പേര് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് വെറുപ്പിക്കുന്ന കാര്യത്തിൽ നെയ്യാറ്റിൻകര ഗോപന്റെ കുഞ്ഞനുജനായിട്ട് വരും ഒറ്റപ്പാലം ഓസ്ലർ. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ ഓസ്ലർ. ഹലോ ഓസ്ലർ. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ഓസ്ലറിന് ഒരു 3 വർഷം മുമ്പ് വരെ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. പണ്ട് അർജുന അശോകനെ ഏതോ ഒരു നർക്കോട്ടിക്സ് കേസിൽ ഓസ്ലർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അർജുന അശോകൻ ഓസ്ലറിന്റെ ഭാര്യയും കുട്ടിയും തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊന്ന് പീസാക്കി എങ്ങാണ്ടോ കുഴിച്ചിട്ടു. അതിപ്പോൾ എവിടാന്ന് പുള്ളിക്കിട്ട് ഓർമ്മയില്ല. അങ്ങനെ അർജുൻ അശോകൻ ഇപ്പൊ ജയിലിലാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കണം, ഈ ഓസ്ലർ ഒരു ഹൈ റാങ്കിലുള്ള IPS ഓഫീസറാണ്. പുള്ളിയുടെ ഭാര്യയും മകളെയും കൊന്നവൻ ജയിലിലും ഉണ്ട്. ഏതൊരു പോലീസ് ഓഫീസർ ആയാലും ഇങ്ങനെയുള്ള ഒരു പ്രതിയെ ഇടിച്ചങ്ങ് ചുരുട്ടും. പക്ഷെ നമ്മുടെ ഓസ്ലർ ആള് വ്യത്യസ്തനാണ്. പുള്ളി എല്ലാ മാസം 1-ാം തീയതി കുളിച്ചൊരുങ്ങി കുറിയും തൊട്ട് കുടുംബം ഇല്ലാതാക്കിയവന് കോഴി ബിരിയാണി മേടിച്ചു കൊടുക്കും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോ എനിക്കല്ല വിഷമമുണ്ട്. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. കുടുംബത്ത് കയറി പണിഞ്ഞിട്ട് പോകുന്നവന് കുഴിമന്തി മേടിച്ചു കൊടുക്കുന്ന പരിപാടി ഓസ്ലർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് ഈ ഓസ്ലറിന്റെ അച്ഛനെ വഴിയിലിട്ടാരോ തല്ലിക്കൊന്നത്. അതിന് ഓസ്ലർ ചെയ്ത പ്രതികാരം കണ്ടാൽ നിങ്ങൾ ഞെട്ടു. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ തെരുവനായ കൊല്ലുന്ന പോലെ നീ തല്ലി കൊന്നപ്പോ കോടതി നിനക്ക് തന്നത് വെറും ജീവപര്യന്തമാ. പക്ഷെ തുമ്പപ്പൂ പോലുള്ള ഇഡ്ഡലിയും തേങ്ങാച്ചമ്മന്തിയുമാ. ബ്രേക്ക്ഫാസ്റ്റാ, കഴിച്ചോ. ഇത് ലഞ്ച്, കുത്തിരിച്ചോറിന്റെയാ. അയല വറുത്തുകൊണ്ട് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട്. കുഴച്ച് മൂക്ക് മുട്ട അടിച്ചോ. പക്ഷേ ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് ഈ വ്യത്യസ്തമായ പ്രതികാരത്തിന്റെ പിന്നിലെ ലോജിക്ക് പിടികിട്ടിയത്. അതായത് ജയിലിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ മേലനങ്ങാതെ ചുരുണ്ടുകൂടി കിടക്കുന്ന അർജുന അശോകന് ഇങ്ങേരെ എല്ലാ ആഴ്ചയും ചെന്ന് കോഴി ബിരിയാണിയും കുഴിമന്തിയൊക്കെ മേടിച്ചു കൊടുത്ത് കൊളസ്ട്രോൾ കൂട്ടി കൊല്ലാനുള്ള പരിപാടിയാണ്. എന്നാൽ ഈ കടിച്ചു പറിക്കുന്ന കോഴിക്കാലിന്റെ നന്ദിയെങ്കിലും അവന് വേണ്ടേ?
ഓസ്ലർ വളരെ സ്നേഹത്തിൽ അർജുൻ അശോകനോട് ചോദിക്കും, പറ മോനെ, എവിടെയാണ് നീ എൻ്റെ ഫാമിലിയെ കുഴിച്ചിട്ടിരിക്കുന്നത്? ആൻഡ് അർജുൻ അശോകൻ വാസ് ലൈക്ക്, എനിക്കത് ഓർമ്മയില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഓസ്ലറിന് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഹാലൂസിനേറ്റ് ചെയ്യും. എടോ, തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. ഇൻസോംനിയാണ്, ഉറക്കമില്ല, അതുകൊണ്ട് ഹാലൂസിനേഷൻ ആണ്. അതായത് മറ്റാരും കാണാത്തത് പുള്ളി കാണും, മറ്റാരും കേൾക്കാത്തത് പുള്ളി കേൾക്കും. ഇത് പുള്ളിക്ക് മാത്രമേ കാണാനും കേൾക്കാനും ഒട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ ഹാലൂസിനേറ്റ് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയവും സന്ദർഭമൊന്നുമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും ഹാലൂസിനേറ്റ് ചെയ്ത് കളയും. 3 വർഷമായി ഭാര്യ മരിച്ചിട്ട്. തന്നെ ബാധിച്ചിരിക്കുന്ന വിഷാദരോഗത്തിന്റെ തീവ്രത കുറയുന്നില്ല എന്ന് മാത്രമല്ല, ദിനം തോറും കൂടി വരികയും ചെയ്യുന്നു. റീസൺ എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. സംസാരിക്കുന്നതിനിടെ ഫോൺ കട്ടായി. രാത്രി കൃത്യം 11:09. പിന്നെ എത്ര ശതമാനം സംസാരശേഷി പോയി എന്നതിനെ ആശ്രയിച്ചിരിക്കും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന്റെ സ്വഭാവം. അപ്പോൾ ഓസ്ലർ ആരാണ്, പുള്ളിയുടെ ഹോബീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കഥ തുടങ്ങുന്നത് നവീൻ എന്നൊരു IT പ്രൊഫഷണലിന് ഒരു റോഡ് ആക്സിഡന്റ് സംഭവിക്കുന്നു. വിവരം കിട്ടിയ ഉടനെ ആംബുലൻസ് എത്തി അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, ചികിത്സിക്കുന്നു, രക്ഷപ്പെടുന്നു. വാർഡിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ അങ്ങേരെ ആരോ ഒന്ന് കൊന്നിട്ട് പോകും. ഈ കേസ് അന്വേഷിക്കുന്നതാണ് നമ്മുടെ ഓസ്ലർ ആൻഡ് ഗ്യാങ്. പോലീസുകാർ വന്നിട്ട് ആക്സിഡന്റ് പറ്റിക്കിടന്നവനെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവറെ ചോദ്യം ചെയ്യും. ആരാണ് ആക്സിഡന്റിന്റെ കാര്യം മണിയെ ഇൻഫോം ചെയ്തത്? എനിക്കറിയില്ല. ഒരാള് ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഏതാള്? ഷെടാ, ഇതെന്ത് കൂത്ത്! വഴിയിൽ ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആംബുലൻസ് വിളിച്ച് അറിയിച്ചുകൂടെ? തന്നെയല്ല, ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് ഒരു ദിവസം എന്തുമാത്രം കോള് വരുന്നതാണ്. ഈ വിളിക്കുന്നവനൊക്കെ ആരാണ്, അവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അയാൾ അങ്ങനെ അറിയാന്? ഇതിലും ഭേദം SI ഡേവിഡ് ജോണും കോൺസ്റ്റബിൾ ശ്രീദേവി ആയിരുന്നു. ഓടല്ലേ, ഓടിയാട്ടല്ലോ സാർ ഇടിക്കുന്നില്ലേ? കൈക്കിടാൻ നോക്കിയിരിക്കായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാ എന്തിന്റെ ഇത് മാറും. വാടാ, നിന്നോ, അവിടെ നിന്നോ, നീ ഇടി മേടിക്കും സാറിന്. ഓടരുത് ശ്രീദേവി, വാട്സ് ഓൺ ലൈൻ. നിക്കടാ. അങ്ങനെ ഇരിക്കുമ്പോൾ കില്ലർ രണ്ടാമത്തെ ആളെയും ഹോസ്പിറ്റലിൽ കയറി കൊന്നിട്ട് പോകും. ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ബോഡിയുടെ അടുത്ത് ഒരു ഗ്രീറ്റിംഗ് കാർഡും വെച്ചിട്ടാണ് പോകുന്നത്. എന്തൊക്കെയോ പിച്ചും പെയ്യുമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ, പൊട്ടിച്ചിരികൾ മായട്ടെ, മൂത്രതടസ്സം മാറട്ടെ, അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓസ്ലറിന് ഒരു സന്ദേഹം. ഈ ഗ്രീറ്റിംഗ് കാർഡിലെ മലയാളത്തിൽ എഴുതിയ വരികൾ വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണെങ്കിലോ? അങ്ങനെ പുള്ളി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ബുദ്ധിമാനായ എത്തിക്കൽ ഹാക്കറും സൈബർ ടെക്കിയുമായ ഒരു ജീനിയസിനെ വിളിച്ചു വരുത്തും. ഈ സൈബർ ടെക്കിയായ ജീനിയസ് വന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്ത് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും. ആ വരികൾ തർജ്ജമ ചെയ്താണെങ്കിലോ? ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. ഹോ, എന്നാലും ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അപാരമായ ബുദ്ധി തന്നെ. ഇത്രയ്ക്ക് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ കേരള പോലീസിലുണ്ടോ? അപ്പം എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ആളെ കൊന്നിട്ട് ബോഡിയുടെ അടുത്ത് കുറിപ്പ് എഴുതി വെച്ചിട്ട് പോകുന്ന ഒരു കില്ലറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. சார், அதே ஆள் தான் சார்.
കബീം കുബാം കബീം കുബാം കുബാം കബീം കമ്പി കുംബ കുംബാ കമ്പി ഭീം കഹം കു ഭീമാ. ഈ കാർഡുകളും കവിതാശകലങ്ങളും വഴി കില്ലേഴ്സ് നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വെറും കൊലയല്ല ചാരി, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അവൻ இந்த உலகத்துக்கு ஏதோ சொல்ல விரும்புறான். വലിയ ആളും ബഹളമൊന്നും ഇല്ലല്ലോ ദിവ്യ. ആളും ബഹളവും ഇല്ലെന്നോ? എടോ, അതൊരു മരണ വീടാണ്, അല്ലാതെ കല്യാണ വീടല്ല. മൈക്കും കോളാമ്പി സെറ്റും ഒക്കെ വെച്ച് ഇല്ലുമിനാറ്റി പാട്ടിട്ട് ഡാൻസ് കളിക്കുക. തന്നെ ആരോടോ പോലീസുകാരനാക്കിയത്? പക്ഷെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ കഥയിലെ പല പ്രധാനപ്പെട്ട ക്ലൂ കണ്ടുപിടിക്കുന്നതും കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതും ഒക്കെ ഈ ജൂനിയർ പോലീസ് ഓഫീസേഴ്സ് ആണ്. ഓസ്ലർ ചുമ്മാ ആടിക്ക് കൈയും കൊടുത്ത് ഹാലുസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കാറേ ഉള്ളൂ. സാറേ, അവൻ തൊണ്ടയിൽ എന്തോ ഒരു ടോർച്ച് പോലുള്ള സാധനം കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. താൻ കണ്ട ടോർച്ച് ഇതാണോ? ഏതാണ്ട് ഇത് തന്നെ സാർ. നമ്മുടെ കില്ലർമാരിൽ ഒരാൾക്ക് സംസാരശേഷിയില്ല സർ. അയാളൊരു ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ചാണ് സാർ സംസാരിച്ചത്. പ്രീവിയസ് പേജ്. കൃഷ്ണദാസ്, കണ്ണങ്കര. സർ, കണ്ണങ്കര. സർ, അമ്പലപ്പാട് കണ്ണങ്കരയുടെ അടുത്ത പ്രദേശമാണ് സർ. ഗുഡ്. താങ്ക് യു. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? അങ്ങനെ കൃഷ്ണദാസ് ആണ് കില്ലർ എന്ന് കണ്ടെത്തി അവര് കൃഷ്ണദാസിനെ പൊക്കാൻ പോകും. എന്താ സാറേ? ചേച്ചി, ഞങ്ങൾ കൃഷ്ണദാസിനെ അന്വേഷിച്ചു വന്നതാ. അവർ തേടി വന്ന കൃഷ്ണദാസ് മറ്റാരുമല്ല, സാറേ എന്റെ മോൻ. എന്നാലും എൻ്റെ കൃഷ്ണദാസെ, ഈ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇത്ര കലിപ്പ് എക്സ്പ്രഷൻ ഇടണമെങ്കിൽ ആ ഫോട്ടോ എടുത്തവനോട് എന്തുമാത്രം കലിപ്പ് കാണും. അപ്പൊ ഈ കൃഷ്ണദാസിന് ഒറ്റയ്ക്ക് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കൃഷ്ണദാസിന്റെ കൂട്ടാളിയാണ് ശരിക്കുള്ള കില്ലർ. അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ വിക്ടിമില്ലേ, നവീൻ എന്ന IT പ്രൊഫഷണൽ, പുള്ളി മരിച്ച ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ അരുൺ മൂന്നാമത്തെ വിക്ടിമിന്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിച്ചിരുന്നു എന്ന് ഓസ്ലറിന് ഒരു വിവരം കിട്ടും. അത് കേട്ട ഉടനെ മണ്ടൻ ഓസ്ലർ ഡോക്ടർ അരുൺ ആണ് കില്ലർ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അറസ്റ്റ് ചെയ്യാൻ ചെല്ലും. അപ്പോ ഡോക്ടർ അരുൺ ആണ് ഓസ്ലറിന് പറഞ്ഞു കൊടുക്കുന്നത്, അരുണിന്റെ ചേച്ചി സുജ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിസിന് പഠിച്ചിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തതാണ്. ഈ സുജയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു, അലക്സാണ്ടർ. ഡോക്ടർ അരുൺ അലക്സാണ്ടറിന്റെ ഫോട്ടോ ഒക്കെ കൊടുക്കും. ഈ അലക്സാണ്ടർ ആണ് സത്യത്തിൽ കൃഷ്ണദാസിന്റെ കൂട്ടാളിയായ കില്ലർ. ഓസ്ലർ തപ്പി നടക്കുന്ന അലക്സാണ്ടർ മറ്റാരുമല്ല, അപ്പൊ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. അതുകൊണ്ടാണ് ഇതൊരു മെഡിക്കൽ ത്രില്ലർ ആയത്. റൈറ്റർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യന് മനസ്സിലാവാത്ത മെഡിക്കൽ ടേംസ് ഈ പടത്തിൽ ഇഷ്ടം പോലെ വേണമെന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഇൻഗ്വൈനൽ ലിഗമെന്റിന് താഴെയായി 6 സെന്റിമീറ്റർ നീളത്തിൽ ആഴത്തിലാണ് മുറിവുള്ളത്. അലക്സാണ്ടർ സർ, താൻ കോളിസിസ്റ്റക്ടമി ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കോക്കറിൻ സെഷൻ ആണ്. സോ റൈറ്റ് ഹൈപ്പോകോൺട്രിയം അനാട്ടമി നോക്കി വെച്ചോളൂ. അലക്സാണ്ടർ, ടുമോറോ there is a whipple surgery. You go and ask OT staff to arrange for the Lawrence retractor. ഇതുപോലെ അലക്സാണ്ടറും പ്രേക്ഷകന് മനസ്സിലാവാത്ത മെഡിക്കൽ ടേംസ് വെച്ച് കത്തി കയറിക്കൊണ്ടിരുന്നപ്പോഴാ The 5th intercostal space at the mid clavicular line. Shall I?
അങ്ങനെ ഓസ്ലർ അലക്സാണ്ടറിനെയും കൃഷ്ണദാസിനെയും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ദ ഡ്രാമ. വൈ? ഓസ്ലർ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. ഞാനൊരു മുഴുക്കുടിയന. മദ്യത്തിന്റെ ലഹരിയിൽ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറക്കും, എന്റെ ഭാര്യയെ. വിവാഹത്തിന് മുൻപ് 7 പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ടൊക്കെ കൊണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് ആണ്. ഈ കൃഷ്ണദാസും അലക്സാണ്ടറും കൂടെ എന്തിനാണ് 2-3 ചെറുപ്പക്കാരെ കൊന്നതെന്ന് പറയുകയാണ്. അപ്പൊ ഈ കൃഷ്ണദാസ് ആള് നല്ലൊരു ഗായകനാണ്. യേശുദാസിന്റെ പോലത്തെ ശബ്ദമാണ്, നന്നായിട്ട് പാട്ട് പാടും. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്, പുള്ളിക്കാകെ ഒരൊറ്റ പാട്ടേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എവിടെ ചെന്നാലും ഈ ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കും. അത് തന്നെ ഒരു 10-15 പ്രാവശ്യം വീണ്ടും വീണ്ടും സിനിമയിലും കാണിക്കും. ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ, ഒരു രാഗമേഘം താ. അങ്ങനെ ഈ ടേപ്പ് വലിഞ്ഞ കാസറ്റ് പോലെ റിപ്പീറ്റ് ലൂപ്പിൽ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിയുടെ തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച്. സോ ദിസ് ഇസ് എ കേസ് ഓഫ് സോളിറ്ററി നോഡ്യൂൾ തൈറോയിഡ്. അടുത്ത OT-യുടെ തന്നെ സർജറി പോസ്റ്റ് ചെയ്യാം. അങ്ങനെ അത് ചികിത്സിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തും. അവിടുത്തെ ഡോക്ടർമാരാണ് ഡോക്ടർ അലക്സാണ്ടർ, ശിവകുമാർ, സെൽവരാജ്, സേവി പുന്നൂസ്. അലക്സാണ്ടറിന്റെ കാമുകിയാണ് സുജ. ഈ തൊണ്ടയിൽ കിച്കിച്ചുള്ള കൃഷ്ണദാസിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് അലക്സാണ്ടറും സേവി പുന്നൂസും കൂടിയാണ്. If any complication occurs during the surgery, the first assistant will be responsible. അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഓപ്പറേഷൻ സക്സസ്ഫുൾ ബട്ട് പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അലക്സാണ്ടർ ഓപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് തുന്നിക്കെട്ടാൻ സേവിയോട് പറയും. പുള്ളി കേട്ടത് കൊരവള്ളി കട്ട് ചെയ്യാണ്. അപ്പൊ തന്നെ പുള്ളി ഈ തുണിക്കടയൊക്കെ നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പോലെ കൃഷ്ണദാസിന്റെ കൊരവള്ളി മുറിച്ച് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. ആ നിമിഷം എനിക്കറിയാമായിരുന്നു കൃഷ്ണദാസ് എന്ന ഗായകൻ മരിച്ചു. എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണദാസ് ഒരേ പാട്ട് തന്നെ 100 വട്ടം പാടി വെറുപ്പിച്ചത് കൊണ്ട് സേവി പുന്നൂസ് മനഃപൂർവ്വം സൈലൻസർ വിറ്റിയതാണെന്ന്. അപ്പൊ ഈ ഓസ്ലർ കൃഷ്ണദാസിനോട് ചോദിക്കും, ശരി തെറ്റ് ചെയ്തത് സേവി പുന്നൂസ് ആണല്ലോ, അപ്പൊ ഈ സെൽവരാജിന്റെയും ശിവകുമാറിന്റെയും മക്കളെ കൊന്ന എന്തിനാ? അന്നേരം കൃഷ്ണദാസ് പറയും, എന്റെ പൊന്നെ, ഇയാൾ ഇതുവരെ അത് വിട്ടില്ലേ? എന്റെ പൊന്ന് കൃഷ്ണദാസെ, നിങ്ങൾ ആ പാട്ടിനെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യാതെ. ഒന്നുമില്ലെങ്കിലും താങ്കൾ ഒരു എക്സ് ഗായകനല്ലേ? സംഭവം എന്താന്ന് വെച്ചാൽ ഈ അലക്സാണ്ടറിനോടുള്ള പ്രൊഫഷണൽ ജലസി കാരണം സേവി കൃഷ്ണദാസിനെ സൈലന്റ് ആക്കി. ഇതുകൂടാതെ സേവിയും സെൽവരാജും ശിവകുമാറും കൂടെ ചേർന്ന് അലക്സാണ്ടറിനെ കുടുംബാസൂത്രണം ചെയ്തു വിട്ടു. ഇതിൽ ഏറ്റവും വലിയ ക്രൂരത എന്താന്ന് വെച്ചാൽ കുടുംബാസൂത്രണത്തിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാ പേഷ്യന്റിനും ഒരു ബക്കറ്റും ഒരു ഹോർലിക്സിന്റെ കുപ്പിയും കിട്ടും. അലക്സാണ്ടറിന് ഇത് രണ്ടും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാക്കി പുള്ളിയെ കുറെ കാലം കോമയിൽ ഇടുകയും ചെയ്തു. ഞാൻ സിവിയർ ഇഞ്ചുറിയുമായിട്ട് കുറേ കാലം കോമയിലായിരുന്നു. അപ്പൊ ഇതാണ് കോമക്കുറുപ്പ് അലക്സാണ്ടർ കൊലപാതകം ചെയ്യാനുള്ള മോട്ടീവ്. അച്ഛന്മാർ ചെയ്ത തെറ്റിന് മക്കളെ കൊല്ലുന്നതാണ് അലക്സാണ്ടറിന്റെ ഒരു സ്റ്റൈല്. ഇത് തന്നെയല്ലേ മെമ്മറീസ് എന്ന സിനിമയിലും. അതില് ഭാര്യമാർ ചെയ്ത തെറ്റിന് ഭർത്താക്കന്മാരെ കൊല്ലും. അതേപോലെ ലാലേട്ടൻ അഭിനയിച്ച മുഖം എന്ന സിനിമയിൽ ഭർത്താക്കന്മാർ ചെയ്ത തെറ്റിന് ഭാര്യമാരെ കൊല്ലും. എന്തായാലും ഞാനും ഒരു സീരിയൽ കില്ലർ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ തന്നെ തീരുമാനിച്ചു. കൊച്ചുമക്കൾ ചെയ്ത തെറ്റിന് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അപ്പൂപ്പന്മാരെ തല്ലിക്കൊല്ലുന്ന ഒരു സീനിയർ സിറ്റിസൺ സൈക്കോ കില്ലർ. പടത്തിന്റെ പേര് ഇക്രുവിന്റെ കുസൃതിയും അപ്പൂപ്പന്റെ അടിയന്തരവും. സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഹലോ, പ്രൊഡ്യൂസർ സാറല്ലേ? മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലെന്ന് അറിഞ്ഞോ? സൂപ്പർ ഹിറ്റോ, ബമ്പർ ഹിറ്റോ, ഈശ്വരാ ബമ്പർ ഹിറ്റ്! അയ്യോ പടം ബമ്പർ ഹിറ്റ്! അയ്യോ ഹിറ്റ് ഹിറ്റ് ബമ്പർ ഹിറ്റ്!
ബ്രേക്കിംഗ് ന്യൂസ്. ഇക്രുവിന്റെ കുസൃതിയും അപ്പൂപ്പന്റെ അടിയന്തരവും സൂപ്പർ ഹിറ്റിലേക്ക്. റിലീസായ ആദ്യ ദിനം തന്നെ 100 കോടി കളക്ഷൻ. എന്തായാലും കൃഷ്ണദാസിനെയും അലക്സാണ്ടറിനെയും കോടതി ശിക്ഷിച്ച് ജയിലിലേക്ക് വിടും. അവിടെ വെച്ച് അവര് ഓസ്ലറിനെ കാണും. ഹലോ ഓസ്ലർ. ഹലോ. ഹലോ അലക്സാണ്ടർ. ഹലോ. ഹലോ കൃഷ്ണദാസ്. ഹലോ. പക്ഷെ പോകുന്നതിന് മുമ്പ് അലക്സാണ്ടർ ഓസ്ലറിന്റെ ഈ താറാവ് നടക്കുന്ന പോലത്തെ നടത്തമൊക്കെ കണ്ട് പാവം തോന്നി ഒന്ന് സഹായിക്കാമെന്ന് വിചാരിക്കും. പുള്ളി പറയും, അത് കേട്ടതോടെ ഓസ്ലറിന് കാര്യം പിടികിട്ടി. സംഗതി എന്തോ ക്ലൂവാ. പുള്ളി അപ്പൊ തന്നെ ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കി, വാട്ട് ഈസ് പോൺ റെസിഡ്യൂ. അത് ശരി. ചുമ്മാതല്ല, ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഒരു ഹാലൂസിനേഷൻ, ഇൻസോംനിയ ആണെന്നും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കളച്ച് നീലച്ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എങ്ങനെ ഹാലൂസിനേറ്റ് ചെയ്യാതിരിക്കും? അപ്പൊ അടുത്ത മാസം 1-ാം തീയതി പതിവ് പോലെ ഓസ്ലർ കുളിച്ചൊരുങ്ങി ചിക്കൻ ബിരിയാണി മേടിച്ച് അർജുന അശോകനെ കാണാൻ ചെല്ലും. നല്ല കാച്ചാണല്ലോ. ഇന്നെന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. അപ്പോഴാണ് ഓസ്ലർ അറിയുന്നത് പുള്ളിയുടെ ഭാര്യയും മകളും മരിച്ചിട്ടില്ലെന്ന്. എത്ര കാലായെന്നറിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്ന. നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? മിടുക്കണ്ണെ കണ്ടുപിടിക്കേ. സ്വന്തം ഭാര്യയും കുട്ടിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത തന്നെ ആരോട് പോലീസുകാരനാക്കിയത്? അപ്പൊ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെ ജയറാമിന്റെ ക്യാരക്ടറിന് ഓസ്ലർ എന്ന് പേര് കൊടുത്തത് ഫാദർ ഓഫ് വെസ്റ്റേൺ മോഡേൺ മെഡിസിൻ വില്യം ഓസ്ലറിന്റെ റെഫറൻസ് ആയിട്ടായിരിക്കും. പക്ഷെ സംഭവം അതൊന്നും അല്ല. ഈ ഓസ്ലർ മേലിറങ്ങി പണി എടുക്കത്തുമില്ല, ബുദ്ധി ഉപയോഗിച്ചൊരു കേസ് തെളിയിക്കത്തുമില്ല. ഈ കേസിലെ പല പ്രധാനപ്പെട്ട തെളിവും നടത്തുന്നത് ആ ജൂനിയർ പോലീസ് ഓഫീസേഴ്സ് ആണ്. ബോൺ റെസിഡ്യൂവിന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് അലക്സാണ്ടറെ പറ്റി പറഞ്ഞു കൊടുത്തത് ഡോക്ടർ അരുൺ. ചുരുക്കി പറഞ്ഞാൽ ഈ പടത്തിന്റെ ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, കോമൺ സെൻസ് ഉള്ള ജൂനിയർ പോലീസ് ഓഫീസേഴ്സും സഹകരണ മനോഭാവമുള്ള ക്രിമിനൽസും ഉണ്ടെങ്കിൽ ഏതൊരു ഓസ്ലറിനും കേസ് തെളിയിക്കാം. ഓസിന് കേസ് തെളിയിച്ചവൻ ഓസ്ലർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.